നമുക്ക് ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാവുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതല്ലേ. ആർക്കു വേണ്ടിയും സ്വന്തം സന്തോഷങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. അവസാനം അവർ അവരുടെ സന്തോഷങ്ങൾ തേടിപ്പോകുമ്പോൾ വെറും വിഡ്ഢികളായി നിൽക്കേണ്ടി വരും നമ്മൾ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മാത്രമാണ് പരിഹാരം. മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നമ്മളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും. സ്വയം തോൽക്കാതിരുന്നാൽ മതി. ആരുടെയെങ്കിലും ദാരിദ്ര്യം കാരണം ബന്ധങ്ങൾ തകർക്കരുത്. കാരണം പണക്കാരുടെ വീട്ടിൽ കിട്ടാത്ത ബഹുമാനം പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കിട്ടും. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്തു വന്നാലും പിന്തുടരാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നത് പ്രധാനമാണ്. ഒന്നുകിൽ ആൾക്കൂട്ടവുമായി കലരുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണമെന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും. ഒരു പരിധിക്കപ്പുറം ആരുടെയും കാര്യത്തിൽ അധികം ഇടപെടാതെ നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. അവിടെ മനസ്സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ ഇന്ന് നമ്മളെ ചേർത്തു നിർത്തിയവർ നാളെ നമ്മളെ തള്ളിപ്പറയുന്ന സമയം വിദൂരമല്ല. എല്ലാം ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്നവനെയല്ല, ഒന്നുമില്ലായ്മയിൽ ചേർത്തു പിടിക്കുന്നവനെയാണ് കൂട്ടുകൂടേണ്ടതും കൂടെ നിർത്തേണ്ടതും. കാരണം ഏതവസ്ഥയിലും വിട്ടുപോകില്ലെന്ന് ഉറപ്പുള്ളത് അവർ മാത്രമായിരിക്കും. സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കാൻ, മടുപ്പില്ലാതെ കേൾക്കാൻ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ തളരുമ്പോൾ ചേർത്തു പിടിക്കാൻ കൂട്ടായി ഒരാളില്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നാം തീർത്തും അനാഥരാണ്. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാവുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. കാക്കയ്ക്ക് കുയിലിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയും, പക്ഷേ സ്വന്തം ശബ്ദം മധുരമാക്കാൻ കഴിയില്ല. അതുപോലെ ഒരു അപവാദക്കാരന് മാന്യനെ അപകീർത്തിപ്പെടുത്താൻ കഴിയും, പക്ഷെ അയാൾക്ക് സ്വയം ഒരു മാന്യനാകാൻ കഴിയില്ല. ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. ചിലർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം നമ്മളെ തിരക്കി വരും. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. ചിരി ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിച്ചവരോട്, വില കുറച്ച് കണ്ടവരോട്, പറ്റിച്ചവരോട്, ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരോട് വീണ്ടും ചിരിക്കാൻ കഴിയുമെങ്കിൽ ചിരി ഒരു അനുഗ്രഹമാണ്.